ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BCom BBAയിലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 4th സെമസ്റ്റർ എക്സാമാണ് ഈ മെയ് 15 ആരംഭിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ 4th സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2021 BCom BBAക്കൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു പേപ്പറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അപ്പോൾ അതിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ ബാങ്കിങ്. എന്താണ് ബാങ്കിങ്? എന്തായാലും നിർബന്ധമായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ബാങ്കിങ് ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിൻ്റെ ഡെഫിനിഷൻസ്. ഫോർ എക്സാമ്പിൾ EDP ആണെങ്കിൽ, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഡെഫിനേഷൻസും മീനിങ്ങും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ചോദിച്ചിട്ടുണ്ട് ഡിഫൈൻ ബാങ്കിങ്. ദെൻ വാട്ട് ഈസ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ഈസ് ബാങ്കിങ്, നെഫ്റ്റ് NEFT. ഓക്കെ, ദെൻ വാട്ട് ഈസ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചില സമയത്ത് റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റ് സീലിംഗ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഡിമാറ്റ് ബാങ്കിങ്. ഡിഫൈൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ദെൻ വാട്ട് ഈസ് ട്രേഡ് ബില്ല്, വാട്ട് ഈസ് ടെയിൽ ചെക്ക്. ദെൻ വാട്ട് ഈസ് എൻഡോസ്മെൻറ്റ്. നരേറ്റ് ECS, എന്താണ് ഈ ECS എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻഷുറൻസ്, ഡിഫൈൻ ഇൻഷുറൻസ്. വാട്ട് ഈസ് റീ ഇൻഷുറൻസ്, വാട്ട് ഈസ് ടേം പോളിസി. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ്, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, അങ്ങനെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആനുറ്റി, അങ്ങനെ കുറേ ടേമുകളുണ്ട്, അത് പഠിച്ചു വെക്കുക. ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എക്സിം ബാങ്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സിം ബാങ്കാണ്. ദെൻ എക്സ്പ്ലെയിൻ യൂണിറ്റ് ബാങ്കിങ്. ദെൻ ഹൂ ആർ ദ പാർട്ടീസ് ടു പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. അപ്പോൾ ഈ പ്രൊമിസറി നോട്ടിൽ പാർട്ടീസ് ആരൊക്കെയാണ്? പ്രൊമിസർ ഉണ്ടാകും, പ്രൊമിസി ഉണ്ടാകും. ദെൻ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ചെക്ക്. ചെക്കിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? വെൻ ബാങ്കർ മസ്റ്റ് റെഫ്യൂസ് പേയ്മെൻറ്റ്, എപ്പോഴാണ് ബാങ്ക് പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യുക എന്നുള്ളത്. ദെൻ വാട്ട് ഈസ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. ഓക്കെ, പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2019 മുമ്പും ഏകദേശം ഇതേ സിലബസ് ഒക്കെ തന്നെയാണ്. വലിയ സിലബസിലൊന്നും ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ വലിയ മാറ്റം വന്നിട്ടില്ല. ദെൻ എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് IRDA, ഇൻഷുറൻസ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഡ്യൂട്ടീസ്, പവേഴ്സ്. ഇനി essay ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ. ആരാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ? ഇപ്പോൾ മൈനർ, ഓക്കെ, ഇൻസോൾവെൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ട്, അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദെൻ നരേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് RBI. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. RBIയുടെ ഫങ്ഷൻസ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കീം ഇൻ ഇന്ത്യ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, അതിൻ്റെ സ്കീംസ്, ഇന്ത്യയിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്കീമുകളാണ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 2021 ചോദിച്ചിട്ടുള്ളത്. ഇനി 2022 വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ ഫോറിൻ ബാങ്ക്. എന്താണ് ഫോറിൻ ബാങ്ക്? വാട്ട് ഈസ് നെഫ്റ്റ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, RTGS എന്നാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, അത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് നോട്ടിങ് ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ നോട്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ റെപ്പോ റേറ്റ്. ഓക്കെ, റെപ്പോ റേറ്റ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് ബാങ്ക് റേറ്റ് എന്താണ്, ഇപ്പോൾ ഇവിടെ റെപ്പോ റേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ നോ ക്ലെയിം ബോണസ്. എന്താണ് നോ ക്ലെയിം ബോണസ്? ഇൻഷുറൻസിൽ വരുന്നതാണ്. നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടില്ല എങ്കിൽ, ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ പിറ്റത്തെ വർഷം നമുക്കൊരു ബോണസ് കിട്ടും, അതാണ് നോ ക്ലെയിം ബോണസ്. ദെൻ വാട്ട് യു മീൻ ബൈ ട്രാവലേഴ്സ് ചെക്ക്. ട്രാവലേഴ്സ് ചെക്ക് എന്താണ്? വാട്ട് യു മീൻ ബൈ ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓക്കെ, സ്മാർട്ട് കാർഡ്, അങ്ങനെയുള്ള ടേമുകളൊക്കെ പഠിക്കുക. ലിസ്റ്റ് ഔട്ട് എനി 4 ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഏതെങ്കിലും 4 ഇൻഷുറൻസ് കമ്പനീസ്.
അത് ഇവിടെ ലൈഫ് ഇൻഷുറൻസ് ആണോ ജനറൽ ഇൻഷുറൻസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും 4 ഇൻഷുറൻസ് കമ്പനീസ് നിങ്ങൾ എഴുതിയാൽ മതി. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഡിസോണർ ഓഫ് ചെക്ക്? എപ്പോഴാണ് ഒരു ചെക്ക് ഡിസോണർ ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൂ ഈസ് എൻ ഇൻഷുറർ? ആരാണ് ഇൻഷുറർ? വാട്ട് ഈസ് CRR? ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ പഠിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ CRR, SLR അങ്ങനെയുള്ള ടേമുകളും പഠിക്കുക. ദെൻ വാട്ട് യു മീൻ ബൈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് BOD? ഓക്കെ. ദെൻ വാട്ട് ഈസ് ടെലി ബാങ്കിങ്? വാട്ട് യു മീൻ ബൈ സോഷ്യൽ ഇൻഷുറൻസ്? ഇതൊക്കെയാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്ക്, ബാങ്കിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ വാട്ട് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ് ഹാവിങ് എൻ ഇൻഷുറൻസ്? ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലേ? നമുക്ക് അത് പഠിക്കാതെ തന്നെ നമുക്ക് എഴുതാം. റിസ്ക് റെഡ്യൂസ് ചെയ്യുക, ലോസ് റെഡ്യൂസ് ചെയ്യുക, ഓക്കെ. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ അത് ഈ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ അൺസർട്ടൈനിറ്റി ഒഴിവാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. വാട്ട് ആർ ദ വേരിയസ് ക്ലാസ് ഓർ ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഉണ്ട്, അത് ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്വിഫ്റ്റ്. സ്വിഫ്റ്റിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. അതെന്താണ് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ 4 ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ബാങ്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റും DDയും ഇതേപോലെ ചെക്കും തമ്മിൽ ഡിഫറൻസ് എഴുതാൻ. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 5 അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഏതെങ്കിലും 5 എഴുതാം. ദെൻ ട്രഡീഷണൽ ബാങ്കിങ്ങും ഓൺലൈൻ ബാങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി? ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ട്, അതിനെപ്പറ്റി എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട്? ഏതൊക്കെ തരം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? സേവിങ് ബാങ്ക് അക്കൗണ്ട്, അല്ലേ, ഫിക്സഡ്, കറണ്ട് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആൾസോ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഓർ പ്രൊസീജിയർ ടു ഫോളോഡ് ഫോർ ഓപ്പണിങ് എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയർ സിമ്പിളാണ്, പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ബാങ്കിൽ നമ്മൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തതാണ്, അത് വെച്ചിട്ട് ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് എഴുതാവുന്നതാണ്. ദെൻ വാട്ട് യു മീൻ ബൈ കോർ ബാങ്കിങ്? എന്താണ് കോർ ബാങ്കിങ്, അതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും. വാട്ട് ഈസ് ഇൻഷുറൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഷുറൻസ്. ദെൻ വാട്ട് യു മീൻ ബൈ ബാങ്ക്? എക്സ്പ്ലെയിൻ ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പാസ്സാവാൻ ഈസി ആയിട്ട് പറ്റുന്നൊരു സബ്ജക്റ്റാണ്, തിയറിയാണ്. നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമ്മൾ ചെയ്തു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.